Oppo latest Oppo A6 Pro 5G ആണ് നമ്മുടെ കയ്യിലുള്ളത്. മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ആണ്, ഇന്ത്യൻ വേരിയന്റ് അല്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഏകദേശം 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ദിവസത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ ലഭിക്കും. ഇനി അതല്ല നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സമയം കളയുന്ന നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഫോണിൻ്റെ കളറിനോട് സിമിലർ ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക് കേസ് വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജർ അഡാപ്റ്ററാണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിൾ. 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആണ്. അതിൽ 2 കളേഴ്സിലാണ് ഖത്തറിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് റോസ്വുഡ് റെഡ് എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ സ്റ്റെല്ലാർ ബ്ലൂവിലാണ് ഖത്തറിൽ അവൈലബിൾ ആകുന്നത്. ഇതുകൂടാതെ തന്നെ കോറൽ പിങ്കിലും ലൂണാർ ടൈറ്റാനിയത്തിലും അവൈലബിൾ ആണ്. ഡ്യൂറബിലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് നൽകിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാനാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു റെഡ് കളറിൻ്റെ പിറകിൽ വരുന്ന ആ ഒരു പാറ്റേൺ ഒക്കെ അത്യാവശ്യം സ്റ്റൈലിഷ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ബാക്ക് പാനലും ബോഡി ഫ്രെയിമും യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ആണ്. 8 mm ബോഡി തിക്നെസ്സും 185 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ എഡ്ജസ് ഒക്കെ കർവ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സിം കാർഡ് സ്ലോട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയം നമുക്ക് 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡ്യൂറബിലിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡോട് കൂടിയുള്ള സ്മാർട്ട് ഫോണാണ്. ഷോക്ക് റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ നിലത്തൊക്കെ വീണാലും പെട്ടെന്ന് പൊട്ടില്ല എന്നാണ് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ IP69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോണാണ്. അത്യാവശ്യം പ്രഷറുള്ള വാട്ടറിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 1.5 മീറ്റർ അപ് ടു 30 മിനിറ്റ്സ് വരെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.57 ഇഞ്ചിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഫുൾ HD+ റെസൊല്യൂഷൻ വരുന്ന AMOLED പാനലാണ് വരുന്നത്. 1400 നിറ്റ്സ് ആണ് ഇതിന് ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാലും ഏത് സിറ്റുവേഷനിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. താരതമ്യേന തിന്നായിട്ടുള്ള ബസിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഡിസ്പ്ലേയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വൈസ് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഓപ്പോയിലെ പെർഫോമൻസ് കിങ് ആയിട്ടുള്ള ഒരു ഐറ്റത്തെ ഞാൻ പരിചയപ്പെടുത്താം. Oppo Find X9 Pro ഒപ്പോയുടെ ലേറ്റസ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആണ്. ഇതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. എസ്പെഷ്യലി ക്യാമറ ഒരു രക്ഷയില്ല, ഒരു 1.5 മുതലാണെന്ന് തന്നെ പറയാം. 2-3 ദിവസം കൂടി യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇതിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു 1.5 മുതലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എനിവേ പെർഫോമൻസ് സൈഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ MediaTek Dimensity 6300 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് വരുന്നത്. 6 നാനോമീറ്ററിൽ ഒക്ടാ കോറിൽ 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ്. ഈ ഒരു പ്രൈസിൽ ബെസ്റ്റ് പ്രോസസ്സറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. 7300 കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. പക്ഷേ പെർഫോമൻസ് സൈഡിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 10 ദിവസത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ മൾട്ടി ടാസ്കിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടി ഞാൻ ഇതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഏകദേശം 45 മിനിറ്റ്സോളം കളിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ഒരു ടോപ്പ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കില്ലെങ്കിൽ നമുക്കൊരു നോർമൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലൊക്കെ കളിക്കുകയാണെങ്കിൽ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം 45 മിനിറ്റ്സോളം ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അത്രയും സമയം കളിച്ചപ്പോൾ ഈവൻ വാം എന്നുള്ള രീതിയിലും വലിയ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഇതിൽ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ പോലും ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല എന്ന കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അതായത് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 17ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ColorOS 15ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ColorOS ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം യൂസർ ഇൻ്റർഫേസിൽ ബ്ലോട്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ആപ്പ് സജഷൻസും ഗെയിം സജഷൻസും ആഡ്വൈസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ
കുത്തിരിഞ്ഞ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സോഫ്റ്റ്വെയറിലും ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി AI ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഗൂഗിൾ ജെമിനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച്, ഫോട്ടോ എഡിറ്റർ, സ്റ്റുഡിയോ, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ്, സമ്മറൈസ് തുടങ്ങിയിട്ടുള്ള ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 8GB റാമിന് 256GB ഈ ഒരു സ്മാർട്ട് ഫോൺ നിലവിൽ അവൈലബിൾ ആവുന്നത്. അതിൽ തന്നെ LPDDR4X റാമിലും UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ്. ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 6500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ സൂപ്പർ വർക്ക് ചാർജറാണ് ഇതിന്റെ കൂടെ ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ഏകദേശം 50 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അപ് ടു 5 years 5 വർഷമാണ് ബാറ്ററി ഡ്യൂറബിലിറ്റി അവർ പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സെയിം ബാറ്ററി പെർഫോമൻസ് തന്നെ ഏകദേശം 5 വർഷത്തോളം നമുക്ക് ഇത് ലഭിക്കുന്നതാണ്. കാരണം സാധാരണ രീതിയിൽ ഓപ്പോ സ്മാർട്ട് ഫോണിൽ ബാറ്ററി ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈപ്പാസ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഏകദേശം നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഒരു ദിവസത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്. സ്പീക്കർ ക്വാളിറ്റി വളരെ മികച്ചതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ക്യാമറയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ മോണോക്രോം ലെൻസ് ആണ് വരുന്നത്. അൾട്രാ വൈഡ് ലെൻസ് ഇതിൽ കൊടുത്തിട്ടില്ല. ഇനി ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ഫോട്ടോസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഫോട്ടോസിലൊക്കെ ഒരു ഇത്തിരി ഡീറ്റെയിൽസ് കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു HDR പെർഫോമൻസ് കാണാൻ സാധിക്കും. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡീസൻറ്റ് നൈറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇനി സെൽഫി ക്യാമറയുടെ കാര്യമാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡേ ലൈറ്റിലൊക്കെ എടുക്കുന്ന മിക്ക ഫോട്ടോസും അത്യാവശ്യം ഡീറ്റെയിൽസും ഷാർപ്നെസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർബായിട്ടുള്ള HDR ഫോട്ടോസാണ് നമുക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോസും കാണാൻ സാധിക്കും. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം കിഡിലനായിട്ടുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ IP69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യമാണെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ധാരണ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോഗ്രാഫിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 60 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. 4K വീഡിയോ ഇതിൽ സപ്പോർട്ടല്ല. സ്റ്റെബിലിറ്റി ഒരല്പം കുറവാണ്. അതുപോലെ തന്നെ പക്ഷേ നല്ല രീതിയിലുള്ളൊരു HDR പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു എബവ് ആവറേജ് എന്നുള്ള രീതിയിലാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി നമുക്ക് ഇത്തരത്തിലായിരിക്കും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു HDR പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നത്. ഓവറോൾ ഒരു ഡീസൻറ്റ് വീഡിയോ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. A6 Pro 5Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8+256GB 1099 ഖത്തറിൽ ഏകദേശം ഇന്ത്യയുടെ 26,000 രൂപയാണ് വരുന്നത്. ഓൾ ഓവർ GCCയിലും ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കും. ലിമിറ്റഡ് ടൈമിലേക്ക് ഖത്തറിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഓപ്പോയുടെ ഒറിജിനൽ ഇയർബഡ്സ് കൂടെ ലഭിക്കുന്നതാണ്. ഇനി ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡ്യൂറബിലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് നൽകുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി, സൂപ്പർബായിട്ടുള്ള സ്പീക്കർ ക്വാളിറ്റി, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒരു ഡീസൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മളൊരു നോർമൽ യൂസറാണ്, നമുക്കൊരു 3-4 കൊല്ലം വലിയ തരക്കേടില്ലാത്ത രീതിയിലൊരു യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ് തേടുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഓപ്പോയുടെ സ്മാർട്ട് ഫോണൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നത് തന്നെയാണ്. എന്നും പറയാനുള്ള പോലെ തന്നെ ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.